കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയായിരുന്നു മലയാളികളെ സംബന്ധിച്ച് T20 വേൾഡ് കപ്പ്. ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിൻ്റെ സ്ഥാനം അതിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിയ ഒരു വിഷയം കൂടിയാണ്. ഇപ്പോഴിതാ സഞ്ജുവിൻ്റെ അമ്മയെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സഞ്ജുവിൻ്റെ വിജയം കാണണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അസുഖബാധിതയായ അമ്മ ആശുപത്രിയിൽ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്തയെല്ലാം അറിഞ്ഞത്. അത് ഒരുപാട് തന്നെ വേദനിപ്പിക്കുകയും അതുപോലെ തന്നെ എല്ലാവരെയും ഇപ്പോൾ ആ വാർത്തയിലേക്ക് എത്തിക്കുകയുമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ തിരുവനന്തപുരത്തിൻ്റെ ലോക്കൽ ബോയ് സഞ്ജു സാംസൺ 2020 ലോകകപ്പ് നേട്ടത്തിൽ ഹീറോയായി ജന്മനാട്ടിൽ തിരിച്ചെത്തിയതിൻ്റെ ആഹ്ലാദത്തിലാണ് ആരാധകർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ നിമിഷം മുതൽ ലഭിച്ച വമ്പൻ സ്വീകരണം വീട്ടിലെത്തിയ ശേഷവും തുടരുകയാണ്. ഇന്ത്യൻ താരത്തെ നേരിട്ട് കാണാൻ നാട്ടുകാരടക്കം സഞ്ജുവിൻ്റെ വീട്ടിലെത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. മുൻകൂട്ടി അറിയിക്കാതെ എത്തിയെങ്കിലും തിങ്കളാഴ്ച വൈകിട്ട് സർക്കാർ പ്രതിനിധികളും വിവരമറിഞ്ഞെത്തിയ ആരാധകരും ആർപ്പുവിളികളോടെയാണ് എയർപോർട്ട് തൊട്ട് സഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവന്നത്. സഞ്ജുവിനെയും ചാരുലതയും വരവേറ്റതും അങ്ങനെ തന്നെയാണ്. തൻ്റെ നാട്ടുകാരുടെ പിന്തുണയ്ക്കും നന്ദി പറഞ്ഞുമാണ് സഞ്ജു വിമാനത്താവളത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. അതേസമയം അമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് ലോകകപ്പ് ജയമെന്ന് സഞ്ജുവിൻ്റെ അമ്മ ലിജി പറയുന്നു. ഇന്ത്യയുടെ വിജയത്തിൽ മറ്റുള്ളവർക്കൊപ്പം അമ്മയും സന്തോഷിക്കുന്നു. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയുമുണ്ട്. അതാണ് ക്രിക്കറ്റിൽ സഞ്ജുവിനുണ്ടായത്. ആരാധകർക്കും രാജ്യത്തിനുമൊപ്പമാണ് ഞാനും. അമ്മയ്ക്ക് തന്നെ ഏറ്റവും വലിയ സമ്മാനമാണ് ലോകകപ്പ്, സഞ്ജുവിൻ്റെ അമ്മ പറഞ്ഞു. അസുഖം കാരണം കുറച്ചു നാളായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ലിജി ആശുപത്രിയിലെ മുറിയിലിരുന്നാണ് ഫൈനൽ കണ്ടത്. മത്സരശേഷം രാത്രി വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും തിങ്കളാഴ്ച വൈകിട്ട് വീണ്ടും ആശുപത്രിയിലെത്തി. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ മത്സരം കഴിഞ്ഞതിനു പിന്നാലെ സഞ്ജു സാംസൺ ഹോം ഗ്രൗണ്ടിൽ മുട്ടുകുത്തി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ചിത്രം പങ്കുവെച്ച് അമ്മ ലിജി വാട്സപ്പ് സ്റ്റേറ്റസിൽ കുറിച്ചു. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി ഭാവിച്ചു. ദൈവത്തിന് സ്തുതി. ബൈബിളിലെ സങ്കീർത്തനവാക്യം മകൻ്റെ ജീവിതവുമായി എത്രത്തോളം താരതമ്യം ചേർന്ന് നിൽക്കുന്നതാണെന്ന് മറ്റൊരാളെക്കാളും നന്നായി അറിയാം ഈ അമ്മയ്ക്ക്. ഇന്നലെ രാവിലെ അമ്മയുടെ ഫോണിലേക്ക് സഞ്ജുവിൻ്റെ സന്ദേശം: നന്ദി അമ്മേ ഈ ജീവിതം തന്നതിന്. ലോകകപ്പിന് തൊട്ടു മുൻപ് ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിൽ 5 മത്സരങ്ങളിലും തിളങ്ങാനാവാതെ മടങ്ങിപ്പോയ സഞ്ജു ആകെ നിരാശനായിരുന്നു. ഇന്ത്യൻ ടീമിലെ സാധ്യതകൾ മങ്ങിയെന്നും ചിന്തിച്ച നിമിഷങ്ങളിലും അമ്മ മകനോട് പറഞ്ഞത് ഒന്നും അവസാനിച്ചിട്ടില്ലെന്നും നീ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് തന്നെയായിരുന്നു. ആ അമ്മ വാക്കിന് കരുത്തിൽ സഞ്ജു തീവ്ര പരിശീലനം നടത്തി. അങ്ങനെ തീവ്ര പരിശീലനത്തിൽ മുഴുകിയപ്പോൾ തന്നെയാണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. കണ്ണും പൂട്ടി ആ അമ്മയുടെ വിജയം തന്നെയാണിതെന്ന് പറയാൻ സാധിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യവും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.